പേലിക്കുട്ടിയെ, കൊച്ചുകുഞ്ഞ് ഇന്നലെ വന്നില്ലോടി? രാത്രിയോളം കഴിഞ്ഞ് വരില്ലെന്ന് പറഞ്ഞായിരുന്നു. രാവിലെ വരുമെന്നാ പറഞ്ഞത്. രാത്രിയും പകലും പ്രാർത്ഥനയും പറഞ്ഞ് നടന്ന നിന്റെ മക്കളുടെ കാര്യങ്ങൾ ആര് നടത്തും? അവൻ വരുന്നുണ്ട്, ഞാൻ ചോദിക്കാം. എടാ കൊച്ചുകുഞ്ഞ്, നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറയുക. പ്രാർത്ഥന എന്ന് പറഞ്ഞ് നീ ഇങ്ങനെ കുടുംബം നോക്കാനാണെന്ന ഇതിങ്ങളുടെ ഗതി എന്താണ്? അമ്മച്ചി, ആത്മാവിനുള്ള ആഹാരമല്ലേ പ്രാധാന്യം. അത് നിങ്ങൾക്ക് വേണ്ടതില്ല അധികം. നിനക്കന്ന്, പക്ഷെ ഇവളും നിന്റെ മക്കളും. എടാ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. നല്ല ഒരു ചൂട് കാപ്പി ചെയ്തത് മറിയാമ്മച്ചിക്ക് വേണം കേട്ടോ. എനിക്ക് നിന്റെ കാപ്പിയൊന്നും വേണ്ട. മറിയാമ്മച്ചി, നീ കാപ്പി. അത് പിന്നെ കാപ്പിപ്പൊടിയും ചക്കരയും ഒന്നുമില്ല. മക്കള് ഇന്നലെ വൈകിട്ട് മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. അയ്യോ എന്റെ ഏലിക്കുട്ടി, നീ എന്തിനാണ് ഈ പറയുന്നത്? കുഞ്ഞുങ്ങളൊന്നും കഴിച്ചില്ലേ? എന്റെ ദൈവമേ! എടാ നീ ഇങ്ങനെ സുവിശേഷം പറഞ്ഞ് നടന്നാൽ ഇവരിവിടെ പട്ടിണി കിടന്ന് ചാകും. ഓ, എനിക്കങ്ങ് നീ ഇവിടെ നിൽക്കണോ? അത് പിന്നെ ഏലിക്കുട്ടിക്കും മക്കൾക്ക് ഇവിടെ കഴിക്കാൻ ഇവിടെ ഒന്നുമില്ല. ഇവൻ ആത്മാവിനുള്ള ഭക്ഷണം കഴിച്ച് ഏമ്പക്കവും വിട്ടിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എടാ കൊച്ചുകുഞ്ഞെ, നീ ഇങ്ങനെ പാട്ട് ഉപദേശവും ഉപവാസവും ഒക്കെ ആയിട്ട് നടന്നാൽ ഇവിടുത്തെ അടുപ്പിൽ എങ്ങനെ തീ പുകയും? കർത്താവ് എന്നെ നിർബന്ധിക്കുന്നു. ആത്മാവിൽ എരിവുള്ളവരാകാൻ കർത്താവ് എന്നെ നിർബന്ധിക്കുന്നു. എനിക്ക് ചുറ്റുമുള്ളവരെ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പാപത്തിന്റെ ചുഴിയിൽ വീണ് പോകുന്ന ഈ തലമുറയോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ നിയോഗിച്ചിരിക്കുന്നു. ഓ മണ്ണാൻ കേട്ടാ. എടാ, ഞാനും പള്ളിയിൽ പോകും, രാവിലെ വൈകിട്ടും കുടുംബമായി പ്രാർത്ഥിക്കും. പക്ഷെ നീ പറഞ്ഞ എന്നതാ ആ എരിവുണ്ടല്ലോ, അതിനെ ഇവിടെ ഉണ്ടാക്കുന്ന നല്ല മീൻകറി കൂട്ടുമ്പോഴേ എനിക്ക് ആ സാധനം ഉണ്ടാകാറുള്ളൂ. മനുഷ്യ, നിങ്ങൾ കൊച്ചുകുഞ്ഞിനെ ഉപദേശിച്ച് ദൈവഭാവം വരുത്തി വെക്കല്ലേ. നിങ്ങൾ അങ്ങോട്ട് മാറ്റി, ഞാൻ പറയാം. എടാ കൊച്ചുകുഞ്ഞ് ഉപദേശി. എടാ നീ ആരാണെന്നാ നിന്റെ വിചാരം? പൗലോസ് അപ്പോസ്തലൻ, ഏലിയാവ്, എലീശായ, വീടിന് കാക്കാശിന് കൊള്ളാത്തവനെ സ്വന്തം വീട് നന്നാക്കിട്ട് നാട് നന്നാക്കാൻ പോകണം. വിവരം കെട്ടവനെ. അങ്ങനെയൊന്നും ഇച്ചായനെ പറയരുത്. ഇച്ചായൻ ആഗ്രഹമില്ലെന്നില്ല, പക്ഷെ കഴിയുന്നില്ല. എന്റെ ദൈവം എന്നെ നടത്തുന്ന വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു. എനിക്ക് ദിവസങ്ങളോളം കഴിക്കാതിരിക്കുവാൻ കഴിയുന്നുണ്ടല്ലോ. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ പ്രാർത്ഥനയിൽ മുറിയിരിക്കുന്ന നിമിഷങ്ങളിൽ ഞാൻ ദൈവ സാന്നിധ്യം രുചിച്ചറിയുന്നു. അപ്പാ, എന്റെ മക്കൾക്ക് വേദിക്കുട്ടിക്കും നീ ആ ദിവ്യശക്തി പകർന്നു നൽകണം. ദിവ്യശ്രീ കൊച്ചുകുഞ്ഞ് ദിവ്യതേജസ്സിൽ ഇവിടെ തന്നെ ആസനസ്ഥനായാലും ദിവ്യന്റെ മക്കളെയും ഭാര്യയും ഈ ചാക്കോച്ചനും ഭാര്യയും ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഈ പട്ടിണി കൊട്ടാരത്തിലെ ദിവ്യശ്രീ പട്ടിണി രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് തിരികെ കൊണ്ടുവിടാൻ സമ്മതമാണോ? മൂത്താപ്പാക്കിലെ വീടാണ് അത്. കൊച്ചുകുഞ്ഞ് ഉപദേശം അത് ഞാൻ തന്നെ കൊച്ചുകുഞ്ഞ് ഉപദേശി. ഞാൻ അവസരം താവളത്തെ കാണുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഇറക്കി വെക്കുവാൻ ആരെങ്കിലും കൂടി എന്നെ ഒന്ന് സഹായിക്കണം. സ്വല്പം ദൂരെ നാണേ ഇതല്ലേ ഇവിടെ ഇറക്കുന്നത്. ഇതെല്ലാം എന്റെ മുതലാളി ഉപദേശിക്ക് വേണ്ടി കൊടുത്തു വിട്ടതാണ്. ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ: അരി, മുളക്, പയറ്, പരിപ്പ്, ചക്കര, കാപ്പിപ്പൊടി, ഏത്തക്ക പഴുത്തത്, ഏത്തക്ക പച്ച എന്നുവേണ്ട സകല സാധനങ്ങളും. എന്റെ മുതലാളി ഇന്നലെ ഉറങ്ങിയിട്ടില്ല. എന്റെ മക്കൾക്ക് വിശക്കുന്നു, നീ അവർക്ക് ഭക്ഷണം എത്തിക്കണം. എന്റെ മക്കൾക്ക് വിശക്കുന്നു, നീ അവർക്ക് ഭക്ഷണം എത്തിക്കണം. അത് കർത്താവ് എന്റെ മുതലാളിയെ മാത്രം ഇടപാടാണ്, നമുക്കറിയില്ല. രാവിലെ എന്നെ വിളിച്ച് സ്ഥലവും വീട്ടിലൊരു പേരും എല്ലാം മണിമണിയായിട്ട് പറഞ്ഞു തന്നിട്ട് ഇതെല്ലാം ഇവിടെ എത്തിക്കാൻ പറഞ്ഞു. അല്ല വന്നേ, നമുക്ക് ഇറക്കണ്ടേ? എനിക്ക് ഉച്ചയ്ക്ക് മുമ്പ് തീരെ എത്തേണ്ടതാ, കുറച്ച് ദൂരം ഉണ്ടേ. എടാ കൊച്ചുകുഞ്ഞ്, രാത്രി മുഴുവനും നീണ്ടു നിന്ന പ്രാർത്ഥനയോടും കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതല്ലെങ്കിൽ
ഞാനും ചാക്കോച്ചാനും കൂടി അതൊക്കെ അകത്തേക്ക് വെക്കാം. ഏലിക്കുട്ടി, നീയും കൂടെ വാ. എവിടെ ഇതൊക്കെ ഇറക്കി വെക്കേണ്ടതെന്ന് ഒന്ന് പറഞ്ഞതാ. എന്നാ വാ. എനിക്കറിയാമായിരുന്നു നിന്നെ കർത്താവ് കൈവഴിയത്തില്ലെന്ന്. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. കാക്കകളെ വിചാരിപ്പിൻ വിതയില്ല കൊയ്ത്തുമില്ല. ദൈവമാവയ്ക്കായി വേണ്ടതേകുന്നു. വെള്ളി പുഷ്പങ്ങൾക്കുമവൻ ശോഭ നൽകിയിരുന്നു. വെള്ളി പുഷ്പങ്ങൾക്കുമവൻ ശോഭ നൽകിയിരുന്നു. എന്റെ ദൈവം മഹത്വത്തിൽ ആഗ്രവാനായി ജീവിക്കുമ്പോൾ സാധുരാനിക്കോടി തന്നെ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. മറിയാമ്മച്ചി, എന്റെ ദൈവമേ, ഏലിക്കുട്ടി, നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെ. ശമൂവേൽകുട്ടിയുടെ പനി കുറയും. രാവിലത്തെക്കാളും പനി കൂടി. ചുട്ടുപൊള്ളുന്ന പനി. ഇച്ഛൻ എപ്പോഴാ വരുന്നെന്ന് അറിയില്ല. ഒന്ന് വന്ന് നോക്കാമോ? മോനെ ശമൂവേൽകുട്ടി, കണ്ണു തുറക്ക് മോനെ. മറിയാമ്മച്ചിയാ വിളിക്കുന്നത്. ഒന്ന് നോക്കു മോനെ. അയ്യോ മോനെ, കരയാതെ ഏലിയാമ്മേ. എന്റെ മോനെ, എന്റെ മോനെ. കൊച്ചുകുഞ്ഞ്, നമ്മുടെ ശമൂവേൽകുട്ടി പോയടാ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഒരു നല്ല സുവിശേഷകനാകാൻ ഒരു നല്ല ജീവിതശൈലി ആവശ്യമാണെന്ന് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി പൂർണ്ണമായും വിശ്വസിച്ചു. വീട്ടിൽ നിരവധി ദിവസത്തെ ഏകാന്ത തടവ്, ധ്യാനം, പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം
അദ്ദേഹം തൻ്റെ ജീവിതം, കുടുംബം, തൻ്റെ എല്ലാ സ്വത്തുക്കൾ, ഉത്തരവാദിത്തങ്ങൾ, സമയം, ഭാവി, എല്ലാ ആഗ്രഹങ്ങളും ദൈവത്തിൽ സമർപ്പിച്ചു. അതെ, ഭാഗ്യ ലോകവുമായി ഉണ്ടായിരുന്ന സമസ്ത ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടു. വെളിച്ചമധികം കടന്നു ചെല്ലാത്ത ഒരു നിലവറയിൽ താമസമാക്കി. ദൈവത്തെയും ദൈവവചനത്തെയും കുറിച്ചുള്ള അറിവിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നതിനായി വായനയിൽ കൂടുതൽ സമയവും ചെലവഴിച്ചു. തൻ്റെ ഭക്ഷണക്രമം അദ്ദേഹം നിയന്ത്രിച്ചു. ദിവസവും ഭക്ഷണം കുറവായിരുന്നു. പതിവായി ഉപവസിക്കുകയും ചെയ്തു. ജീവിതത്തിലെ മനഃപൂർവമായ ഈ ദണ്ഡനങ്ങൾ അദ്ദേഹത്തെ പലതവണ രോഗിയാക്കി. അങ്ങനെ 1945 സാധു കൊച്ചുകുഞ്ഞ് ഉദ്ദേശി കഠിനമായ രോഗബാധിതനാവുകയും നവംബർ 30 രാവിലെ 8:45 അദ്ദേഹം തന്റെ ഗീതത്തിൽ എഴുതിയതുപോലെ ശുദ്ധരോടൊന്നിച്ച് ആനന്ദിപ്പാൻ ലോകത്തെയും അതുള്ള എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് തന്റെ നാഥന്റെ സന്നിധിയിൽ ചേർന്നു. സന്നിധം ചേർന്നാൽ മതി. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എന്റെ നാഥന്റെ സന്നിധം ചേർന്നാൽ മതി. ചേരുമേ വേഗം ഞാനും ആത്മോത്തത്തിൽ ശുദ്ധരോടൊന്നിച്ച് ആനന്ദിപ്പാൻ. ചേരുമേ വേഗം ഞാനും ആത്മോത്തത്തിൽ ശുദ്ധരോടൊന്നിച്ച് ആനന്ദിപ്പാൻ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എന്റെ നാഥന്റെ സന്നിധം ചേർന്നാൽ മതി. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട